വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് സഹായിക്കാം. യാക്കോബ് യോസഫിനോട് പറഞ്ഞത്, ഞാൻ സർവശക്തിയുള്ള ദൈവം. മതി, അതാണ് നമ്മുടെ വിഷയം. സർവശക്തിയുള്ള ദൈവം. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം വാക്യം ഇത് കാണിക്കണ്ട. എല്ലാവരും വേദപുസ്തകം അതായിരിക്കും നല്ലത്. വേദപുസ്തകം എടുക്കുന്നതാണ് നല്ലത്. പഴയ പാട്ട് വല്ലതും പാടുകയാണെ അറിയാവുന്നതാണ്, അല്ലെങ്കിൽ അറിയാത്തതാണ്, അത് വല്ലതും. സർവശക്തിയുള്ള ദൈവം. ഇവിടെ യാക്കോബ് യോസേപ്പിനോട് പറയാ, അപ്പൻ മകനോടാ പറയുന്നത് സർവശക്തിയുള്ള ദൈവം. ഞാന് ഈ വാക്യം എടുത്തത് ദൈവം സർവശക്തിയുള്ള ദൈവം. ഈ വിഷയം 10-28 സ്ഥലങ്ങളിലോളം എഴുതിയിട്ടുണ്ട്. സർവശക്തിയുള്ള, അതെല്ലാം ദൈവവചനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുമാ. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. 1-2 കാര്യങ്ങൾ ചിന്തിക്കാം. 28 കാര്യം ചിന്തിക്കാൻ ഒക്കത്തില്ല. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. അവിടുന്ന് അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാണ്. അവിടുന്ന് സർവത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്. അവിടുന്ന് സർവത്തെയും ഭരിക്കുന്ന ദൈവമാണ്. അവിടുന്ന് സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സർവത്തെയും ഭരിക്കുന്നവനാ, സർവത്തിന്റെ മേല് അധികാരമുള്ളവനാ, സർവത്തെയും സൃഷ്ടിച്ചവനുമാണ്. ഇവിടെ പറയുകയാണ് സർവശക്തിയുള്ള ദൈവം. നമുക്ക് ശക്തി കുറവാണെങ്കിലും നമ്മളെ രക്ഷിച്ച ദൈവം സർവശക്തനാണ്. ഇതിന്റെ പശ്ചാത്തലമാകെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം? യാക്കോബ് യോസേപ്പിനോട് പറയാൻ കാരണം, ഏറെ നാളുകൾക്ക് ശേഷം ആ അപ്പനും മകനും കൂടെ ഒന്നിച്ച് കാണുന്നു. കണ്ടു, പക്ഷേ മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. 48-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം വായിക്കാം. അനന്തരം യോസേഫിന്, നിന്റെ അപ്പൻ ധീരമായി കിടക്കുന്നുവെന്ന് വന്നു. കാരണം യോസേഫ് ക്വാർട്ടേഴ്സില്ല. ഒരു രാജ്യത്തിന്റെ പ്രധാന ചുമതലക്കാരനായ യോസേഫ്. അതുകൊണ്ട് എപ്പോഴും സഹോദരങ്ങളുടെ അടുക്കലും അപ്പൻ്റെ അടുക്കലും കൂടെ പോകാനും സഹകരിക്കാനും സമയം ചെലവഴിക്കാനില്ല. ഒരു രാജ്യത്തിന്റെ പ്രധാന ആളാണ്. ഫറവോ കഴിഞ്ഞാൽ പിന്നെ യോസേഫാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പോയിരിക്കാനും സംസാരിക്കാനും സഹകരിക്കാനും ഒന്നും നേരമില്ല. യോസേഫ് മിസ്രൈമിൽ പോയ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. യോസേഫിനെ അവര് വിറ്റു എന്നാ എഴുതിയേക്കുന്നത്. പക്ഷേ ദൈവം അത് ഗുണമാക്കുള്ളൂ. അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ യോസേഫിന്റെ ചേട്ടന്മാർക്കെല്ലാം കൂടെ വെപ്രാളമായപ്പോൾ അവര് പറയാം, അപ്പച്ചൻ ജീവിച്ചിരുന്നപ്പോൾ നമ്മളോട് പുള്ളി മര്യാദയ്ക്ക് ഇടപെട്ടു, അപ്പച്ചൻ ചത്തു, നമുക്ക് മിക്കവാറും ഈ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ പണി കിട്ടും. അപ്പം യോസേഫ് പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾ എനിക്ക് ദോഷമെല്ലാം ചെയ്തു, പക്ഷേ ദൈവം അതെല്ലാം ഗുണമാക്കുന്നത്. ഈ ഒരു മനസ്സ് നമുക്കും ഉണ്ടായിരിക്കണം. നമുക്കെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥിക്കുന്നവർക്ക്, വിശേഷിച്ച് ഉപവസിക്കുന്നവർക്ക് ഈ ഒരു മനസ്സോടെ ഉപവസിച്ച് പ്രാർത്ഥിക്കാന്ന് വിടുതല. പക്ഷേ നാട്ടിലെ രീതികളും ഒക്കെ വെച്ച് പറയാം, ഇവിടെ കാണും പ്രാർത്ഥിക്കുന്നതോറും ചിലർക്ക് അങ്ങ് വൈരാഗ്യമാണ്. എനിക്കറിയാൻ പറ്റാത്തതാണ്. തിരുവനന്തപുരത്തിൽ ഉപവസിക്കുന്നതോറും പറയാം, ഞാൻ കഴുത്തറത്താവനോട് ഞാൻ കൈ കൊടുക്കുകയാണ്. ബ്രദർ ഉപവസിക്കില്ല, അതൊക്കെ ഞാൻ ഉപവസിച്ചോളാം കാര്യങ്ങൾ പലരും വെറുതെ വെള്ളവും കഞ്ഞി കുടിക്കാതെ. നമ്മുടെ മനസ്സ് നന്നാകണം. യോസേഫിന്റെ മനസ്സ്, അതുകൊണ്ടാണ് യോസേഫിനെ പറ്റി 49 പറഞ്ഞല്ലോ, ഫലപ്രദമായ ഇല്ലേ? വായിച്ച ആ വാക്യം 22. യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷമാണ്. ഫലപ്രദം എന്ന് പറഞ്ഞ ഫലമുണ്ടൊരു വൃക്ഷമാണ്. വേറെ പുസ്തകം പഠിക്കുമ്പോൾ വ്യക്തികളെ വൃക്ഷത്തോട് തുലനപ്പെടുത്തിയിട്ടുണ്ട്. ഗണ്ടുലു വൃക്ഷങ്ങൾ, പണ്ട് വൃക്ഷങ്ങളെല്ലാം കൂടെ ആടാനായിട്ട് രാജാവിനെ അന്വേഷിച്ച് പോയത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ. അപ്പോൾ ഇത് നടുതലയായ വൃക്ഷം,
ദേവദാരി പോലെ ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ ഈ വൃക്ഷം യോസേപ്പ് ഫലപ്രദമായ വൃക്ഷം. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആത്മാവിന്റെ ഫലമാണ്. 5:22 മുതൽ നമുക്കറിയാമല്ലോ ഗലാത്യ ലേഖനം. ആത്മാവിന്റെ ഫലമോ പറ: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ഫലങ്ങളെല്ലാം നിറഞ്ഞൊരു വൃക്ഷം, ഫലപ്രദമായ. അതില് ആദ്യത്തെ ഫലമാ സ്നേഹം. നല്ല ഫലമാണ് യോസേപ്പിന്. സ്നേഹം. നമ്മള് സ്നേഹത്തെ പറ്റി പാട്ടുമൊക്കെ പാടും, പക്ഷെ അടുത്തിരിക്കുന്നവരോട് മിണ്ടുകയല്ല, കൈ കൊടുക്കുകയല്ല. പാട്ടൊക്കെ നന്നായിട്ട് ഉച്ചസ്ഥായി കയറി പാടുന്ന ആൾക്കാരെ എനിക്കറിയാം, പക്ഷെ സ്വന്തം സഹോദരനോട് മിണ്ടുകയല്ല. സ്നേഹത്തെ പറ്റി പ്രബന്ധം എഴുതുന്ന ആൾക്കാരുണ്ട്, യൂത്ത് പ്രോഗ്രാമിനൊക്കെ അതുകൊണ്ട് വായിക്കുന്നവരുണ്ട്, എനിക്കറിയാം. പക്ഷെ ആ സഭയിൽ തന്നെയുള്ളവരോട് മിണ്ടുകയല്ല. എന്തിനേറെ വിശ്വാസിയുടെ കാര്യം, ഉപദേശിമാര് തന്നെ സ്നേഹത്തെ പറ്റി ക്ലാസ് എടുക്കുന്നവരുണ്ട്. സ്വന്തം സഹോദരനുമായിട്ട് മിണ്ടത്തുമില്ല, രണ്ടും രണ്ട് സഭയിലുമാണ്, ബഹളമാണ്. രണ്ടുപേരും സ്നേഹത്തെ പറ്റിയ അഗാപ്പെ. ഒരാൾ പറഞ്ഞ അഗാപ്പെ അല്ല, ആകെ പേയാന്ന് പറഞ്ഞു. യവനും പേയ, അവന്റെ അനിയനും. അതായതാണ്ട് ശരി, ആകെ പേയ. അപ്പൊ ഒരു കാര്യം പറയാ, ഇത് പ്രസംഗിച്ചത് കൊണ്ടോ പ്രബന്ധം അവതരിപ്പിച്ചത് കൊണ്ടല്ല, ആ സ്നേഹം അകത്ത് വ്യാപരിക്കണം. യോസേപ്പ് ഫലപ്രദമായ വൃക്ഷം. ആ ഫലം ആത്മാവിന്റെ ഫലം. ആത്മാവിന്റെ ആദ്യത്തെ ഫലം ആ സ്നേഹം. ആ സ്നേഹത്തിന്റെ വിശേഷത യോസേപ്പിൽ പ്രകടമായി. എങ്ങനെ പ്രകടമായി? അല്ല, കൊമ്പ അവിടെ നിൽക്കട്ടെ. സ്നേഹത്തെ പറ്റി കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നത് എല്ലാം പൊറുക്കുന്നെന്നാണ്. എല്ലാം. അതാ യോസേപ്പ് പറഞ്ഞത്, നിങ്ങൾ എനിക്ക് ദോഷം ചെയ്തു, പക്ഷെ ഞാനൊന്നും ചെയ്യത്തില്ല, വിട്ടുകളഞ്ഞു. ദൈവം അതെല്ലാം ഗുണമാണ്. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ഈ ഒരു മനോഭാവത്തോടെ മനസ്സോടിരുന്നാൽ വിടുതല. ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിന്നെ അനുഗ്രഹിക്കും. പഴയ ആൾക്കാർ വാക്യമല്ലെങ്കിലും ഒരു പ്രയോഗമുണ്ട്, നിന്നെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കും. നീ പറയാ എനിക്ക് അനുഗ്രഹം വേണ്ടേന്നും പറഞ്ഞ് ഓടിയാൽ ഇത് പുറകെ അങ്ങനെ വരും. ഇത് ചെയ്യാതെ നമ്മൾ തന്നല്ലാതിന്റെ വിടുകയില്ലെന്ന് പറഞ്ഞാൽ കൈക്ക് വേദന ഉണ്ടാകാന്നല്ലാതെ അല്ലേ പറഞ്ഞത്. തന്നല്ലാതെ നിങ്ങളിപ്പോ ചിന്തിക്കാതെ ഇതിനെ വിളിച്ചത് നിനക്കേടായോ എന്ന്. ശുദ്ധീകരണം. ആട്ടെ, നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. അപ്പോൾ ദൈവം ഉയർത്തി മിസ്രയീമിലെ പ്രധാന ആളാക്കി മന്ത്രി പദവിയിലെത്തിച്ചു. അങ്ങനെ ജ്യേഷ്ഠന്മാരെയും അപ്പനെയെല്ലാം മിസ്രയീമിൽ കൊണ്ടുവന്നു.